തെരഞ്ഞെടുപ്പ് ചൂടിലാണ് രാജ്യം. കേരളത്തിലും മൂന്ന് മുന്നണികളും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളിലാണ്. ബി.ജെ.പിയുടെ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിക്കാനുണ്ട്. വയനാടും കൊല്ലവും എറണാകുളവും അടക്കമുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ ആയിട്ടില്ല. അണികൾക്കിടയിൽ ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ വിഷയം നമുക്കൊന്ന് ചർച്ച ചെയ്യണം. അതിനു മുൻപ് പൊന്നാനിയിൽ നമുക്കറിയാം അബ്ദുൾ സമദ് സമദാനി വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് അബ്ദുൾ സമദ് സമദാനി. ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയാകണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടതെന്ന പ്രചാരണമാണ് UDF സ്ഥാനാർത്ഥി നടത്തുന്നത്. അവിടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന ആവശ്യത്തെ പിന്തുണയ്ക്കുന്ന UDF വേണം പാർലമെന്റിൽ എത്താനെന്നും സമദാനി പറഞ്ഞു. അനുമോദുമായി സമദാനി സംസാരിച്ചു. സമദാനിയുടെ വാക്കുകളിലേക്ക്. പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിലാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് പ്രചരണത്തിന്? വളരെ ഊഷ്മളം, വളരെ ആവേശോജ്വലം. എല്ലാവിടെ ചെല്ലുമ്പോഴും നല്ല നട്ടുച്ച നേരത്ത് പോലും കാത്തിരിക്കുന്ന നമ്മുടെ സ്നേഹമുള്ള ജനം, സഹോദര സഹോദരിമാർ, പിന്നെ UDF പ്രവർത്തകരുടെ, ബഹുമാന്യരായ UDF നേതാക്കളുടെ പ്രഗത്ഭമായ നേതൃത്വം, വളരെ ഉജ്ജ്വലമായ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ റമദാൻ കാലത്ത് പ്രചരണത്തിന്റെ ശൈലിയൊക്കെ ഇത്തിരി മാറ്റിയിട്ടുണ്ടോ? ശൈലി സ്വയമേവ ഒരു മാറ്റം വരുമല്ലോ. പക്ഷേ അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. നോമ്പ് കാലാവുമ്പോൾ അതിൻ്റെതായ ചില സമയ ക്രമീകരണവും സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ പ്രവർത്തനം ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അങ്ങനെയുള്ള യാതൊരു അതിൻ്റെതായൊരു ക്ഷീണമോ ഒന്നുമില്ലാതെയാണ് ജനങ്ങളെല്ലാവരും വളരെ ആവേശത്തോടെ ഉത്സാഹത്തോടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് വോട്ടർമാർക്ക് മുമ്പിൽ വെക്കുന്നത്? വോട്ടർമാർക്ക് മുമ്പിൽ വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ ഒരു അധികാര മാറ്റത്തിനായിരിക്കണം എന്നുള്ളതാണ്. അത് തന്നെയാണ് ബേസിക് ആയിട്ടുള്ള പോയിന്റ്. കാരണം നമ്മൾ എപ്പോഴും ലോക്സഭയിലേക്ക് വോട്ട് ചോദിക്കുമ്പോൾ ദേശീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ നമ്മൾ കേന്ദ്രമാണ്. കേന്ദ്രം ആര് ഭരിക്കണം? കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണം എല്ലാവർക്കും അറിയാം. അതിൽ പലർക്കും എതിർപ്പുള്ളവരൊക്കെ വേറെയും പലരുണ്ട്. പക്ഷെ പകരൊരു ചോയ്സ് വെക്കാൻ UDFനെ ഉള്ളൂ. പകരൊരു ചോയ്സ് വെക്കണം. അതൊരു മതേതര സർക്കാരാണല്ലോ. ആ മതേതര സർക്കാരിനെ കൊണ്ടുവരണം. ആ മതേതര സർക്കാരിനെ കൊണ്ടുവരാൻ സാധിക്കുന്ന സംവിധാനം, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്ന എല്ലായിടത്തും സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി വേണം, ഒരു നേതാവും വേണം, ഒരു പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയണം. ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചെയ്യാൻ പറയുമ്പോൾ ഇതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയാൻ കഴിയണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അത് കോൺഗ്രസ്സാണ്. ഇന്ത്യ അലയൻസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അത് ഒരു ഗവൺമെന്റ് വരണം. പിന്നെ നമുക്കൊരു അതിന് നേതൃത്വം കൊടുക്കാൻ, മുന്നിൽ നിർത്താൻ രാഹുൽ ഗാന്ധിയെ ഉള്ളല്ലോ. അത് ജനങ്ങളോട് പറയുന്നു. പിന്നെ അതോടൊപ്പം പാർലമെന്റിലെ എൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അറിവുള്ളതാണ്. സോഷ്യൽ മീഡിയയും ഒക്കെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കാലത്ത്, ജനങ്ങൾക്ക് വിരൽത്തുമ്പിൽ ലഭ്യമായ കാലത്ത് അവരെന്റെ പാർലമെന്റ് ഇടപെടലുകൾ, പ്രസംഗങ്ങൾ, അതിലെ വിഷയങ്ങൾ, അനുമോദനെ പോലുള്ള ചാനലിലെ സുഹൃത്തുക്കളും ഓരോന്ന് പാർലമെന്റ് പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടുണ്ട്. എന്റെ 2.5 കൊല്ലം ഞാൻ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു, മലപ്പുറം മണ്ഡലത്തിൽ MP ആയിരുന്നപ്പോൾ ആ പ്രവർത്തനവും അതിൽ എന്നെ ഏറ്റവും അധികം വിലയിരുത്തിയത് ചാനലുകളാണ്. എന്റെ ഹാജർ നില വരെ എല്ലാ കാര്യത്തിലും അവരതൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. നമ്മളെ ഇടപെടലുകൾ, മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, കരിപ്പൂര് പോലുള്ള പൊതുവിഷയങ്ങൾ, അതൊക്കെ ജനങ്ങൾക്ക് അറിവുള്ളതാണ്. ജനങ്ങളടുത്ത് പോയിട്ട് CAA വിരുദ്ധ പ്രതിഷേധം അത് എത്രമാത്രം ചർച്ചയാകുന്നുണ്ട്, എത്രമാത്രം പ്രചരണ വിഷയമാകുന്നുണ്ട്? ആ വിഷയത്തിൽ ഏറ്റവും ആദ്യം കോടതിയെ സമീപിച്ചതാരാണ്? ആ വിഷയത്തിൽ സൃഷ്ടിപരമായിട്ട് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോവാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ വലിയ ഒരു അനീതിയാണല്ലോ. ആ അനീതിയെ ചോദ്യം ചെയ്യാൻ, ആദ്യമായിട്ട് അതിനെ നേരിടാൻ മുസ്ലിം ലീഗ് പാർട്ടിയാണ്. ലീഗ് അടങ്ങുന്ന UDF ആണ് അതിൽ ഏറ്റവും ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുള്ളത്. അതിപ്പോഴും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ അഭിവന്ദരായ ലീഗിന്റെ നേതാക്കൾ, അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലി സാഹിബും ഡൽഹിയിലാണ്. അഡ്വക്കേറ്റ് കപിൽ സിബലാണ് നമ്മുടെ കേസ് നോക്കുന്നത് സുപ്രീം കോടതിയിൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലീഗിന്റെ പെറ്റീഷനെ തുടർന്നാണ് കേന്ദ്ര ഗവൺമെന്റിന് സമയം കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് സമയം ചോദിച്ചു, അത് കൊടുത്തു. അങ്ങനെ അത് മുന്നോട്ട് പോകുന്നു. ലീഗിന്റെ ഹെഡിലാണെന്ന് ആ കേസ് നടക്കുന്നത്. മറ്റ് പെറ്റീഷൻസൊക്കെ ലീഗിന്റെ പെറ്റീഷൻസിന്റെ ചുവട്ടിലേക്ക് സുപ്രീം കോടതി ചേർത്തു. അതുകൊണ്ട് അതുപോലുള്ള വിഷയങ്ങളിൽ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളാകട്ടെ, മറ്റു വിഭാഗങ്ങളാകട്ടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാകട്ടെ, കർഷകരാകട്ടെ, ചെറുപ്പക്കാർ, തൊഴിലില്ലാത്തവരാവട്ടെ, സ്ത്രീജനങ്ങളാവട്ടെ,
ഈ വക വിഷയങ്ങളൊക്കെ തന്നെ അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി എപ്പോഴും പോരാടിപ്പോന്നത് UDF ആണ്. ആ പ്രവർത്തനം നമ്മൾ ഇന്നും തുടരുന്നു. ലീഗിലെ പഴയ സഹപ്രവർത്തകൻ ഇപ്പോൾ എതിർചേരിയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് എങ്ങനെയാണ്? സ്ഥാനാർത്ഥിയെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാ? ഇലക്ഷനിൽ നമ്മൾ ആശയങ്ങൾ വെച്ച് പോരാടുന്നു. UDFന്റെ നയം വളരെ ക്ലിയർ. അത് ദേശീയമായ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭയിലേക്കാണെന്ന് പറയാൻ UDFന് സാധിക്കും. UDFന് നയം പറയാനുണ്ട്. UDFന് ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയാനുണ്ട്. ഡൽഹിയിൽ ഉദ്ദേശിക്കുന്നത് ഈ ചുട്ടുപഴുത്ത കാലാവസ്ഥക്ക് ശേഷമുള്ള ഒരു കുളിർമഴയാണ്. അധികാരമാറ്റത്തിന്റെ ഒരു കുളിർമഴ വരണം. അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കും. അതാണ് UDF നാട്ടിലെ ജനങ്ങളോട് പറയുന്നത്. നയം വ്യക്തമാണ്. ദേശീയ തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ UDF വിജയിക്കണമെന്ന് അബ്ദുൾ സമദാനി വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം അത് ആവർത്തിക്കുന്നു. അഖിലോട്ട് പറയൊപ്പം CBN മോഡ് ന്യൂസ് 18. പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥിയാണ് അനുമോദിനൊപ്പം സംസാരിച്ചത്. അവിടെ കാര്യമായ പോരാട്ടം ലീഗ് നേരിടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കാരണം ലീഗ് വിമതനാണ് അവിടെ സ്ഥാനാർത്ഥി എന്നത് തന്നെ. നമുക്കിനിയും കൊച്ചിയിലെ എറണാകുളത്തേക്കൊന്ന് പോകണം. കാരണം നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് 4 മണ്ഡലങ്ങളിൽ ഇതിനകം BJP സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അണികൾക്ക് ആശയക്കുഴപ്പമുണ്ട്. എറണാകുളവും ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കേണ്ട ഒരു മണ്ഡലമാണ്. അവിടെ ഹൈബി ഈഡനും LDF സ്ഥാനാർത്ഥിയും ഒക്കെ വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തുമ്പോഴാണ് ചിഹ്നം മാത്രം വെച്ച് BJP എന്ന പേര് മാത്രം എഴുതി, മോദിയുടെ പേര് മാത്രം എഴുതിയുള്ള പ്രചരണത്തിന് BJP അണികൾ അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ടി വരുന്നുണ്ട്. അത് അവരിൽ ചില ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഡാനി, നമ്മൾക്ക് LDFിലും UDF സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളിലേക്ക് വരണം. അതിനു മുൻപ് തന്നെ എന്തുകൊണ്ട് എറണാകുളം പോലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. അണികളുടെ ഭാഗത്ത് അത് വലിയ ചർച്ചയാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ, സർപ്രൈസ് സ്ഥാനാർത്ഥിയെ എറണാകുളത്ത് പ്രതീക്ഷിക്കുന്നുണ്ടോ BJP? അതിനുവേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ രഞ്ജിത്ത് എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് വളരെ ഇതുവരെയും ഒരു പ്രഖ്യാപനത്തിലേക്ക് നീളാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വരുന്ന ഒരാൾ ഈ ഇത്രയും നാൾ ഉണ്ടായിരുന്ന വരും എന്നുള്ളൊരു ആകാംക്ഷയെല്ലാം മറികടന്നുകൊണ്ട് വരാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കണം, ഒരു പേരിലേക്ക് എത്തണം എന്നെല്ലാം തന്നെ പ്രവർത്തകർ പറയുന്നുണ്ട്. പക്ഷേ അതിനോട് അടുത്ത് നിൽക്കുമോ എന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും. കാരണം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് ആരുടെ പേര് എന്നത് സംബന്ധിച്ച ഇപ്പോഴും ആ തർക്കങ്ങളെല്ലാം തന്നെ തുടരുകയാണ്. ഇവിടെ പല ചേരുവകളും നോക്കിയാണ് എറണാകുളം മണ്ഡലത്തിൽ പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത്. ചിലപ്പോൾ BJPയും ആ രീതിയിലേക്ക് തന്നെ പോയിട്ടുണ്ട്. കാരണം ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്, പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക് ആയ ഒരു കാൻഡിഡേറ്റ് എന്ന രീതിയിലേക്ക് ഒരിക്കലും ആ ചേരുവകൾക്ക് വിട്ട LDFും UDFും മാറി നിന്നിട്ടില്ല. ചിലപ്പോഴെങ്കിലും BJPയും അതിനോടടുത്ത ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് എന്ന രീതിയിലെല്ലാം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ അൽഫോൻസ് കണ്ണന്താനം ഇവിടെ മത്സരിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ട്, 1,35,000 വോട്ട് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ നേടാൻ കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലൊരു സ്വാധീനം ക്രിസ്ത്യൻ സമുദായത്തിനടക്കം ഈ മണ്ഡലത്തിലുണ്ട്. അത് കൂടുതൽ വോട്ടാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ ഇനി തുടരണമോ അതോ തങ്ങളുടേതായ രീതിയിൽ ക്യാമ്പയിൻ ചെയ്ത് മുന്നേറണമോ എന്ന കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നു. പല കാര്യങ്ങളും അതിനോട് ചേർത്ത് വയ്ക്കുന്നു. ആദ്യഘട്ടത്തിൽ അനിൽ ആന്റണിയുടെ പേര് വളരെ സജീവമായിട്ട് തന്നെ മണ്ഡലത്തിൽ പറഞ്ഞിരുന്നു. അനിൽ ആന്റണി തന്നെയാകും സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റിച്ച് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് പോകുന്നു. പിന്നീട് ഇവിടെ പല പേരുകളും തന്നെ ഉയർന്നു വരുന്നു. ഇപ്പോൾ മേജർ രവിയുടെ പേരടക്കം പരിഗണിക്കുന്നതായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നു. ഒപ്പം ജില്ലാ പ്രസിഡന്റ് MP ഷൈജുവിന്റെ പേര് പരിഗണിക്കുന്നു. പക്ഷെ ഇതിലൊരു പൂർണ്ണമായ ഒരു പ്രഖ്യാപനം എന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. ഇത് അണികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് തീർച്ചയായും. കാരണം ഇതിപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് ഹൈബി ഈഡൻ MP, സിറ്റിംഗ് MP, അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികളായിരുന്നു. തൊട്ടപ്പുറത്ത് LDFന്റെ സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചറുടെ ഇത് നടക്കുന്നുണ്ട്, പ്രചാരണ പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇതിൽ മൂന്നാമത്തെ ഒരു ശക്തി എന്ന രീതിയിൽ വിശേഷിപ്പിക്കപ്പെടുന്ന NDAയുടെ സ്ഥാനാർത്ഥി ഇതുവരെയും പ്രഖ്യാപനമായുള്ള ചുവരെഴുതുന്നുണ്ട്. അതിൽ സ്ഥാനാർത്ഥിയുടെ പേര് പക്ഷെ വന്നിട്ടില്ല. വരാതിരിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ. ഞാൻ ഈ ചുവരെഴുതുന്നത് നേരത്തെ പറഞ്ഞ പോലെ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ മോദിക്ക് വോട്ട് ചെയ്യുക എന്ന് മാത്രം വെച്ചായിരിക്കും. കൊല്ലത്തും നമുക്കറിയാം, വയനാട്ടിലും
ഒക്കെ ഇതാണ് സ്ഥിതിയായി നമ്മൾ കാണുന്നത്. അങ്ങനെ 4 സ്ഥലങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. അതൊന്ന് ഒഴിവായി കിട്ടാൻ ഈ പ്രഖ്യാപനം വൈകുന്ന പശ്ചാത്തലമുണ്ട്. മേജർ രവിയുടെ പേരും കേൾക്കുന്നുണ്ട്. അതിനപ്പുറത്തുള്ള എന്തെങ്കിലും സർപ്രൈസ് അവതരിപ്പിക്കുന്നുണ്ടോ, അത്തരം സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രവർത്തകരും സ്വാഭാവികമായും അസംതൃപ്തരായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും ഒരു സംശയവും വേണ്ട. കാരണം പ്രവർത്തകർ എത്ര നാളിപ്പോൾ തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ ഈ പ്രചാരണ പരിപാടിയിലേക്ക് വന്നപ്പോൾ മുതൽ തന്നെ എഴുതുന്നത് BJP സ്ഥാനാർത്ഥി എന്ന് എഴുതുന്നുണ്ട്, താമരചിഹ്നം വരയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അവർ തന്നെ തമാശയായിട്ട് തന്നെ നമ്മളോട് പറയുന്നതാണ്, നമ്മൾ വൈകാതെ തന്നെ ഈ മതിലെല്ലാം തന്നെ സ്ഥാനാർത്ഥിയുടെ പേര് എഴുതും എന്ന് ചോദിക്കുമ്പോൾ ചിരി തന്നെയാണ് മറുപടിയായിട്ട് തരുന്നത്. ഒരു സ്ഥാനാർത്ഥിയുടെ പേരിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ ഇത് നീണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. മറ്റു സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പ്രചാരണ രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റങ്ങൾ, അവർ 1ാം ഘട്ടവും എല്ലാം കഴിഞ്ഞ് അടുത്ത രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നു. നേരിട്ട് ഓരോ സ്ഥാനാർത്ഥി, ഓരോ വോട്ടർമാരെ കാണുന്ന രീതി, പ്രമുഖ വ്യക്തികളെ കാണുന്ന രീതി, അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വാഹന പരിരഞ്ജനത്തിലേക്ക് അടക്കം തന്നെ നീങ്ങുമ്പോഴും NDAയിലേക്ക് ഒരു സ്ഥാനാർത്ഥി, BJPക്ക് ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മറ്റ് 4 മണ്ഡലങ്ങളിലെ പോലെ തന്നെ എറണാകുളത്തും ആയിട്ടില്ല. എന്താണ് അതിന്റെ ഒരു തർക്കം കാരണം എന്നത് സംബന്ധിച്ച് പല അടക്കം പറച്ചിലുകളിലേക്കും തന്നെ ഇപ്പോൾ നീങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഉണ്ടാകും. ശൂന്യമായ ഈ മതിലുകളിൽ BJP സ്ഥാനാർത്ഥിയുടെ പേര് വൈകാതെ എഴുതി ചേർക്കും എന്ന ഒരു പ്രതീക്ഷയാണ് നമ്മൾക്ക് മാത്രമല്ല പ്രവർത്തകരിലും ഇപ്പോൾ ഉള്ളത്. ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും BJP സ്ഥാനാർത്ഥി ആയിട്ടില്ല. മറ്റ് 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അവിടെ പ്രചരണം പല ഘട്ടങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. എറണാകുളം BJPക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമല്ല. പക്ഷേ എറണാകുളം പോലൊരു പ്രധാന മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ഇതുവരെ അവതരിപ്പിക്കാത്തതും ചർച്ചയാകുന്നുണ്ട്. നമുക്ക് ഈ നേരത്തെ ഡാനി പറഞ്ഞതുപോലെ ഹൈബി ഈഡൻ മണ്ഡലത്തിൽ താൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മോശം ഇമേജ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നും ഹൈബി ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ വലിയ ചൂടിലേക്കെല്ലാം മണ്ഡലങ്ങളും മാറുന്നു. നമുക്കും എറണാകുളം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ ഹൈബി ഈഡനാണ് നമുക്കൊപ്പം ഉള്ളത്. ഹൈബി, എന്താണ് തെരഞ്ഞെടുപ്പ് ചൂട്, അതിന്റെ ഒപ്പം തന്നെ വലിയ ചൂടിലേക്ക് സാഹചര്യങ്ങളെല്ലാം മാറുന്നു? അതെ, കാലാവസ്ഥ വലിയ ഉഷ്ണം നേരിടുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് പ്രധാന എതിരാളി കാലാവസ്ഥ തന്നെയാണ്. കാരണം കാലാവസ്ഥയാണ് ആദ്യം ഫൈറ്റ് ചെയ്യേണ്ടത്. കാരണം ഓരോ ദിവസം തോറും ഒരു 12 മണി സമയം, 1 മണി 2 മണി എന്നൊക്കെ പറയുന്നത് നമ്മൾ ക്യാമ്പയിൻ ഒരു മണ്ഡലത്തിലെ ഏറ്റവും പീക്കായി നിൽക്കുന്ന വ്യക്തികളെ കാണുന്നതാണെങ്കിൽ പോലും അത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സമയമാണ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ വന്ന സ്ഥലം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണ് ഈ കൊച്ചി ഫിഷറീസ് ഹാർബറിന്റെ നവീകരണം. എത്രയോ വർഷങ്ങളായി ഇവിടുത്തെ ആളുകൾ, ബോട്ടുടമകൾ, മറ്റാളുകൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്കാണ് അല്പം വൈകിയാണെങ്കിലും അല്പം ഇഴഞ്ഞു നീങ്ങിയതാണെങ്കിലും ഇന്ന് പൂർണ്ണ തോതിൽ അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് 10,000-കണക്കിന് വരുന്ന ആളുകളുടെ ജീവനും ജീവനോപാധിയും ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വലിയ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഇടപെടൽ നടത്താൻ കഴിഞ്ഞു. പാർലമെന്റിൽ നിരവധി തവണ അത് ഉന്നയിച്ചു. അത് യാഥാർത്ഥ്യമായി. അത് തടസ്സപ്പെട്ടു, അതിലും ഇടപെട്ടു. മന്ത്രിമാരടക്കം പോർട്ട്, ഷിപ്പിംഗ് മിനിസ്റ്റർ, ഫിഷറീസ് മിനിസ്റ്റർ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നു. നിരന്തരമായ ഇടപെടൽ ഇത് സംബന്ധിച്ചുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പോർട്ടും അതിന്റെ നേതൃത്വത്തിൽ വീണ്ടും കരാറുകാരന് വീണ്ടും വാർണിംഗ് കൊടുത്തിട്ട് വീണ്ടും ഇത് ആരംഭിച്ചത്. ഇത് ഇവിടത്തെ പശ്ചിമ കൊച്ചിയിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഇവിടത്തെ ആളുകൾ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിലെയും ഇതര ജില്ലകളിലെയും ആളുകളും ഇതിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇടപെട്ട ആളെന്നുള്ള രീതിയിൽ അത് ഗുണം ചെയ്യും ഈ പദ്ധതി കൊണ്ടുവന്നതിൽ നിന്ന് ഞാൻ കരുതുകയാണ്. എങ്ങനെയാണ് ടൈം ഷെഡ്യൂൾ ചെയ്യണം? രാവിലെ എത്ര മണി മുതൽ എത്ര? രാവിലെ സാധാരണ ഹാർബറിലൊക്കെ വരുമ്പോൾ ഒരു 5 മണി സമയത്താണ്. ഇപ്പൊ മുനമ്പം ഹാർബറിലും കാളമുക്ക് ഹാർബറിലും ഒക്കെ 5 മണിക്ക് തന്നെ നമ്മൾ തുടങ്ങി. ഇവിടെ ഒരല്പം വൈകിയാണ്, കാരണം നോമ്പ് കാലമാണ്, വെള്ളിയാഴ്ചയാണ്. അതിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷെ മുഴുവൻ ആളുകളും സഹപ്രവർത്തകരും ഞങ്ങളോടൊപ്പം ഇതിലുണ്ട്. ഇന്ന് ഈ മേഖലയിലാണ്, ഞാൻ ജനിച്ച സ്ഥലമാണ് തോപ്പുംപടി. അപ്പോൾ ഇവിടുത്തെ എല്ലാ വീടുകളെയും വ്യക്തിപരമായി അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ
കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടുന്ന് വിജയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷ നൽകുന്നത്? എന്താണ് കൂടുതൽ സാഹചര്യങ്ങൾ? അല്ല, ഒന്ന് രാഷ്ട്രീയം തന്നെയാണ്. സാധാരണക്കാരായ ജനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് തുടങ്ങി മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വരെയുള്ള നീണ്ടുകിടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അസ്വസ്ഥരാണ്. അത് സംസ്ഥാനത്ത് അരങ്ങേറുന്ന കൊലപാതകങ്ങളാണെങ്കിലും മരണങ്ങളാണെങ്കിലുമെല്ലാം ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ഈ ഭരണത്തോടുള്ള വലിയ വിയോജിപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കുമെന്ന് ഞാൻ വ്യക്തമായി കരുതുകയാണ്. അതോടൊപ്പം തന്നെയാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമമടക്കം ഒരു രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നതിൽ വിഭജിക്കുന്ന ഒരു ഫാഷിസ്റ്റ് ഭരണകൂടം ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നു. അതിനെതിരെയുള്ള ഒരു വികാരം പ്രകടിപ്പിക്കാനുള്ള ഒരു വലിയ അവസരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ്, ഐക്യജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ് ഈ പറയുന്ന ഈ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്താൻ കഴിയൂ എന്നുള്ളതാണ് ഇതിലൂടെ തെളിയിക്കപ്പെടുന്നത്. 60 വർഷം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചപ്പോൾ ഒരു തരത്തിൽ ഇത്രയുമുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന ആശയം നിലനിർത്താൻ കഴിഞ്ഞ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അതിന് ഞങ്ങൾ വോട്ട് ചോദിക്കും. അതോടൊപ്പം തന്നെ പാർലമെന്റേറിയൻ എന്ന രീതിയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ എന്താണ് ചെയ്തത്, എന്റെ ഒരു വിലയിരുത്തൽ കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഒപ്പം തന്നെ ഈ ഇതിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ കഴിഞ്ഞ വട്ടം നമുക്ക് മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ബാനർ ഞങ്ങളുടെ ചുള്ളൻ നേതാവ് എന്നുള്ള രീതിയിലേക്കായിരുന്നു. അത് ഇന്ന് മാറി ഉത്തരവാദിത്ത സ്വഭാവത്തിലേക്ക്. അന്നും പ്രായം കൂടിയില്ല, 5 വർഷം കഴിഞ്ഞില്ലേ, 40 വയസ്സായി. അപ്പൊ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരനുള്ള ടാഗൊക്കെ പതുക്കെ മാറ്റേണ്ട ഒരു സമയമാണ്. എങ്കിലും ഊർജ്ജസ്വലതയ്ക്ക് കുറവൊന്നുമില്ല. പിന്നെ എതിർചേരിയിൽ നിൽക്കുന്ന ആളുകളും എല്ലാം എന്നെക്കാൾ പ്രായമുള്ള ആളുകളായതുകൊണ്ട് അവരായിട്ട് പിടിച്ചു നിന്ന് പോകുന്നു, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് രാവിലെ കുടുംബത്തിന്റെ സപ്പോർട്ട്? രാവിലെ തൊട്ട് ഇറങ്ങി അവരെല്ലാരും, എന്റെ വൈഫ് മറ്റൊരു ലെവലിൽ നിന്ന് ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുകയാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ഇൻവോൾവ് ആണ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അറിയാം അതിന്റെ പ്രയാസം എന്താണ്, ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അതുകൊണ്ട് അവര് അതുമായി പരിപൂർണമായി സഹകരിച്ച എല്ലാ സഹായം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചോദിക്കൽ തുടരാം. ഹൈബി, അതിന്റെ ഒരു വോട്ട് അഭ്യർത്ഥനയിലേക്ക് അതിന്റെ ഒരു തുടർച്ച തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CITUവിന്റെ യൂണിയൻ ഓഫീസാണ്. പക്ഷെ വോട്ട് ചോദിക്കുന്നതിൽ അതിൽ യാതൊരു തടസ്സവുമില്ല. ഏതായാലും ഹൈബി അവിടങ്ങളിലെല്ലാം കയറി നിന്നുകൊണ്ട് വോട്ട് ചോദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് തന്റെ പര്യടനം മുന്നോട്ട് പോവുകയാണ്. രാവിലെ ഉള്ള സമയങ്ങൾ ഇതുപോലുള്ളൊരു സന്ദർശനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പൊതു സ്വഭാവത്തിലാണ് ക്യാമ്പയിൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം മറ്റ് നേതാക്കളെയും തന്നെയും എല്ലാം തന്നെ കണ്ടുകൊണ്ട് ഇതുപോലുള്ള സന്ദർശനങ്ങളുമെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ഓരോ സ്ഥലങ്ങളിലും വോട്ട് ചോദിച്ചുകൊണ്ട് നീങ്ങുന്നു. ഇന്ന് ഏതായാലും പശ്ചിമ കൊച്ചി മേഖലയിലാണ് ഉള്ളത്. ഇവിടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം സന്ദർശനം പൂർത്തിയാക്കുന്നു. ഒപ്പം വൈകുന്നേരങ്ങളിൽ പലയിടത്തും റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് ഒപ്പം തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സന്ദർശനം പൂർത്തിയാക്കുന്നു. കുറച്ചുകൂടി വിശേഷങ്ങൾ ഹൈബിയോട് ചോദിക്കാം. ഹൈബി, ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ രീതിയിൽ വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നു. കേജ്രിവാളിനടക്കം അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അല്ല, കോൺഗ്രസ് മുന്നോട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നു എന്ന് വളരെ കൃത്യമായി ഞങ്ങൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടാത്തത്? അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നില്ല, അവരെ EDയോ എൻഫോഴ്സ്മെന്റോ CBIയോ അവരുടെ പുറകെ പോകുന്നില്ല. അപ്പോൾ ഈ രാജ്യത്ത് പരിപൂർണമായ ഫാഷിസ്റ്റ് നിലപാടുകളുമായി ഒരു ഭരണകൂടം മുന്നോട്ട് പോകുകയാണ്. ആ ഭരണകൂടത്തിനെ ചെറുക്കാനും പ്രതിരോധിക്കാനും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും എല്ലാം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നണി അധികാരത്തിൽ വരണം. പക്ഷെ ആ ഇന്ത്യ അലയൻസ് എന്ന ആശയത്തോട് ഇടതുപക്ഷം ഇന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത്, അവരിതിനെല്ലാം സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഞങ്ങള് ഭരണമുണ്ടായിരുന്ന 3 തവണ അടുപ്പിച്ച് ഭരണമുണ്ടായിരുന്ന ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വന്നു. ഞങ്ങളുടെ പ്രവർത്തകർ നിരാശരാണ്. അവർ നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നൊരു പാർട്ടിയാണ്. എങ്കിലും അവരുമായി യോജിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, ആശയപരമായ അഭിപ്രായ ഭിന്നതകളും പ്രവർത്തകരുടെ മനോവികാരം തടഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം അതിൽ നമ്മൾ നിലനിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോലും യോജിക്കുമ്പോൾ ഈ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് സങ്കുചിതമാണ് അവരുടെ താല്പര്യം എന്നുള്ളതാണ്.
രാഹുൽ ഗാന്ധി സിറ്റിംഗ് MP ആണ് വയനാട് നിന്ന് വീണ്ടും മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കരുത് എന്ന് പറയുന്നത് തന്നെ സങ്കുചിതമായ ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ രാജ്യത്ത് 60 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഇല്ലാതിരുന്ന അല്ലെങ്കിൽ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനങ്ങൾ, മതേതര സങ്കല്പങ്ങൾ, അതിനെല്ലാം തച്ചുടയ്ക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. ഒരു രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം പോലും തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോഴും എല്ലാവരും ജനാധിപത്യ മതേതര കാംക്ഷികളായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കണം എന്നാണ് ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുന്നത്. അവസാനം കൂടി, കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിനാണ് പാർലമെന്റിലേക്ക് ചെന്നത്. ഇത്തവണയും അത് മറികടക്കാൻ കഴിയുമെന്ന രീതിയിൽ തന്നെയാണോ? അല്ല, എനിക്കൊരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം, ഒരുപാട് ഫാക്ടേഴ്സ് ഒരു തെരഞ്ഞെടുപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാനിപ്പോൾ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ച ഒരാളാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത എന്ന് പറയുന്നത്, ചെല്ലുന്ന സ്ഥലങ്ങളിൽ ജനങ്ങളുടെ വലിയ സ്വീകാര്യത, അവർ നൽകുന്ന വലിയ സ്നേഹവും പിന്തുണയും, അത് വളരെ പോസിറ്റീവായി ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ്. എത്ര ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരിക്കലും ജനാധിപത്യത്തിൽ ഒരു ശരിയായ നിലപാടല്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതായത് എല്ലാ ആശംസകളും നേരുന്നു മുന്നോട്ടുള്ള യാത്രയ്ക്ക്. ഹൈബി തന്റെ പര്യടനം തുടരുന്നു. വലിയ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും എല്ലാം തന്നെയാണ് ഹൈബിയുടെ മുഖമുദ്ര. എന്തായാലും തുടർച്ചയായ ദിവസങ്ങൾ പര്യടനത്തിലും തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കും ഇനിയും അവശേഷിക്കുന്നു. സ്ഥാനാർത്ഥികൾ അത് പരമാവധി മുതലാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരെല്ലാവരും തന്നെ ലക്ഷ്യമിടുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. എറണാകുളത്തെ UDF സ്ഥാനാർത്ഥിയാണ് സംസാരിച്ചത്. നമുക്ക് പാർലമെന്റിലേക്ക് എങ്ങനെയുള്ളവരാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്ന് പാലക്കാട് വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്കായിരിക്കും കന്നി വോട്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിലാണ്. വിക്ടോറിയ കോളേജിലെ കന്നി വോട്ടർമാരെയാണ് നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. കന്നി വോട്ടർമാർ മാത്രമല്ല, രണ്ടാം തവണയൊക്കെ വോട്ട് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും യൂത്തിന്റെ ഒരു നിലപാട് നിർണായകമാണ്. കാരണം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യുവജനത എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. എന്തായാലും നമുക്കൊന്ന് അവരുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കണം എന്നാണ് തെരഞ്ഞെടുപ്പിനെ പ്രധാനമായിട്ട് എങ്ങനെ കാണുന്നത്? തെരഞ്ഞെടുപ്പിലിപ്പോ എന്തേലും മാറ്റം വരണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. അപ്പോ ഇതുവരെ ഉള്ളതിലൊന്നും നമുക്ക് അങ്ങനെ നല്ല അഭിപ്രായമല്ല പൊതുവെ എല്ലാവർക്കും. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ മാറ്റങ്ങൾ വരണം എന്നാണ് ആഗ്രഹം. അങ്ങനത്തെ സ്ഥാനാർത്ഥികളോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കൂടുതൽ കൈയിട്ട് വരാത്ത ടീമിനോടാണ് താല്പര്യം. വോട്ട് ചെയ്യാൻ പോകുന്നവരോട് എന്താ പറയുക, ആളെ നോക്കിയെടുക്കുക. രാഷ്ട്രീയമാണേലും വ്യക്തമായ നിലപാടുണ്ടാക്കിയിട്ട് എത്രാമത്തെ വോട്ടാ? എൻ്റെ ഫസ്റ്റ് വോട്ടാണ്. വ്യക്തമായ നിലപാടുണ്ടാവുക എന്നുള്ളതാണ്. ഈ പലതരത്തിലുള്ള പ്രചരണങ്ങൾ വരും, പക്ഷേ സ്വന്തം നിലപാടുണ്ടാവുക എന്നുള്ളതാണ് മെയിൻ കാരണം. സ്വന്തം നിലപാടുണ്ടാക്കിയിട്ട് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് വോട്ടാണ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അഭിപ്രായം? എങ്ങനത്തെ ആളുകളാണ് വരേണ്ടത്? എങ്ങനത്തെ സ്ഥാനാർത്ഥികളാണ് വരേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അതായത് നമുക്ക് ഇപ്പോൾ ഓരോ പാർട്ടീസിനും അതിന്റെ ഒരു ഡ്രോബാക്സും ഉണ്ടാവും, അതേപോലെ പ്രോസും കോൺസും എല്ലാം പാർട്ടിക്ക് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമ്മുടെ എല്ലാവരുടെയും പെർസ്പെക്റ്റീവും ഡിഫറെന്റ് ആവും. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നതല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക, ഇവള് വിചാരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ് വെച്ചിട്ട്, ഇപ്പൊ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ വേണം. പാലക്കാട് വിക്ടോറിയ കോളേജിലെ കന്നി വോട്ടർമാരാണ് വിനേഷിനോട് സംസാരിച്ചത്. ഏതായാലും ഇലക്ഷൻ വൈബ്സ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി വരും ബുള്ളറ്റിനുകളിലൂടെ എത്താം. നമസ്കാരം.